ഹായ് ഗൈസ്. അപ്പം ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വീഡിയോ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു സന്തോഷ നിമിഷമാണ്. നമുക്ക് നഷ്ടപ്പെട്ട ഒരാളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി തരുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മറ്റാരുമല്ല, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു നായ്ക്കുട്ടിയാണ്. പക്ഷേ ഞങ്ങൾ അവളെ ഒരു വളർത്തുമൃഗമായിട്ടല്ല കണ്ടത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും ഞങ്ങളുടെ ഒരു കുഞ്ഞായിട്ടും ഒക്കെയാണ്. ഞങ്ങളുടെ ഒരു മോളായിട്ട് തന്നെയാണ് കണ്ടത്. അവളെ മാർലി എന്നാണ് വിളിക്കുന്നത്. അവളെക്കുറിച്ച് പറയാനായിട്ടാണ് ഒരുപാടുണ്ട്. തുടർന്നുള്ള വീഡിയോസിൽ അവൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾക്ക് കോൾ വന്നിരുന്നു. അപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു പെറ്റ് ലവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സതീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അതുപോലെ ആൻറ്റിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആൻറ്റി വഴി ഇവിടുത്തെ തെരുവിലുള്ള കുഞ്ഞുങ്ങൾക്ക്, നായ്ക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റീനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, ഫോട്ടോസൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞ് നമുക്ക് അന്വേഷിക്കാൻ, നീ ഇന്നപോലെ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഫേസ്ബുക്കിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ. അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ പോസ്റ്റുകളിൽ ഞങ്ങളിങ്ങനെ നമ്മുടെ കുഞ്ഞിനെ പോലൊരു കുഞ്ഞ് തന്നെയാണ് എന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സതീഷ് ചേട്ടനെ വിളിച്ച് കോൺടാക്ട് ചെയ്യും, കാര്യം ചെയ്തിട്ട് ഞങ്ങൾ കുഞ്ഞാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങളുടെ തന്നെയാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ടാവണം അത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെ ആയിരിക്കണമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് അവളെ തിരിച്ചു കിട്ടി. അപ്പോൾ നമുക്ക് അവളെ കാണണ്ടേ? കഥ നടച്ചിടുക, കാരണം വലിയ ക്ലാരിറ്റി ഇല്ല. എല്ലാവരും ഒന്ന് മാർലി മാർലി ബാ. ഇതാണ് ഞങ്ങളുടെ ആള്. ഇതാണ് ഞങ്ങളുടെ മോള്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 7-8 മാസമായി. ഇവിടെ കിട്ടാനായിട്ട് സഹായിച്ച ആലപ്പുഴയുടെ ഈ പറ്റിയുള്ള ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരുപാട് ചേട്ടൻ, സതീഷ് ചേട്ടനാണ്. അതുപോലെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, സതീഷ് ചേട്ടൻ മാത്രമല്ല